എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കൾ വരുമ്പോഴേക്കും കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതെനിക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് 4 പഴം എടുത്തിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്, ഉപ്പ്, അപ്പസോഡ, പഞ്ചസാര, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഇവയെല്ലാം മൈദയിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു കളറ് കുറവുള്ള പോലെ തോന്നി, കളറില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മിക്സ് ആവുന്നതിൻ്റെ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അത് മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഴം സ്ലൈസസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനത് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പഴം സ്ലൈസ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി മാവ് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് ഒരു പിഞ്ച് ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ചേർക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴത്തിൻ്റെ ഒരു സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിയാവോ നോക്കാം. ഒരെണ്ണം അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി സ്പേസ് അതിലുണ്ട്, ബാക്കിയുണ്ട്. രണ്ടെണ്ണം ഇട്ട് കൊടുത്തു. നമ്മളത് മൂത്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴംപൊരി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള സ്ലൈസസൊക്കെ പഴംപൊരിയാക്കി എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി വേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓക്കെ, ബൈ.